ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അന്ന് നമ്മുടെ അടുത്ത ചിക്കൻ ബോക്സ് ആയിട്ടുള്ള അടുത്ത രണ്ടാമത്തെ വ്ളോഗ് ഗൈസ്. ഗൈസ് ഇന്നത്തേക്ക് എല്ലാം പോയി ഗൈസ്. ഇപ്പോൾ കല മാത്രമേ ഉള്ളൂ. അന്നും കല മാത്രമേ ഉണ്ടായിട്ടില്ല, പക്ഷെ ചെറുതായിട്ടൊരു പുകച്ചെല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ അതെല്ലാം പോയി നോർമലായിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണോ അതേമാതിരി ആയിട്ടുണ്ട് ഗൈസ്. ഇന്ന് കുളിക്കണം ഗൈസ്. ചിക്കൻ ബോക്സ് വന്ന ശേഷം ആദ്യത്തെ കുളി ഗൈസ്. നാളെ ഞാൻ പുറത്തിറങ്ങും കേട്ടോ ഗൈസ്. ഇന്ന് വരെ റെസ്റ്റ് ഉള്ളൂ. അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാനുണ്ട്. ഇന്നും കൂടി ഞാൻ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇന്ന് രാത്രിയും കൂടി. നാളെ ഒരു ഉച്ചയാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും ഗൈസ്. അതിൻ്റെ സന്തോഷം എനിക്ക് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഗൈസ് കുളിക്കണം പോലും. അത് ഗൈസ് ചിക്കൻ ബോക്സ് വന്നാൽ കുളിച്ചാലാന്ന് ഇത് പകരുമെന്നാണ് ഞാൻ പറയുന്നത്. എനിവേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുളിക്കണം എന്നല്ല പറഞ്ഞത് ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ അതാക്കാൻ വിചാരിച്ചു ഗൈസ്. ഗൈസ് ചിക്കൻ ബോക്സ് എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും ഗൈസ്. ചിക്കൻ ബോക്സ് എന്നുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട, ഞാൻ വന്നിട്ട് ചെയ്ത് ഞാൻ വീഡിയോ. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എന്ന അവസ്ഥയൊന്നുമില്ല, പുകച്ചൽ ഇതെല്ലാം ഉള്ളൂ ഗൈസ് മെയിനായിട്ട് ഗൈസ്. എന്തായാലും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആഹേൻ്റെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിക്കുന്ന കുറേ പേരുണ്ടെന്ന് അറിയാം. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വരുന്നുണ്ട്. ആഹ എന്താണ് അങ്ങനെ മറ്റേ ഗൈസ്. ആഹേൻ്റെ വർക്ക് ഗൈസ് ഒരു അപ്ഡേറ്റ് ഉണ്ട്. ആ ഓഡിയോ ആയിട്ട് വരുന്നത്, വീഡിയോ ലിറിക്കലൊന്നുമല്ല, ഓഡിയോ ആയിട്ട് വരുന്നത്. മാഡംസ് എന്താ മാതിരി ഓഡിയോ ആയിട്ടായിരിക്കും വരിക. എനിക്ക് വേറെ വലിയ അപ്ഡേറ്റ് ഒന്നും തരാനില്ല ഗൈസ്. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വർക്ക് മറ്റേ ഇത് ബാനർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ട്രാക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതെന്തായാലും ഒരു 10-ാം തീയതി കഴിഞ്ഞാലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇവിടെ ചിക്കൻ ബോക്സ് വന്ന ഗൈസ് അതുകൊണ്ടാണ് ഗൈസ്. ഞാൻ ചോറ് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഗൈസ്. സമയം ഇപ്പം എത്രയായി? 4 മണിയായി ഗൈസ്. ഞാനിപ്പോൾ ചോറ് തന്നെ ഗൈസ്. എന്തായാലും ഇപ്പം മഞ്ഞപ്പൊടിയിലൊരു ആറാട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എനിക്ക് പേടിക്കാനില്ല ഗൈസ്. മഞ്ഞപ്പൊടിയിലിട്ട് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിക്കാനില്ല. പിന്നെ നാളെ എനിക്ക് ഇന്നെന്തായാലും റെസ്റ്റ് എടുക്കണം. നാളെ എനിക്ക് പുറത്തിറങ്ങാം. നാളെ എന്താ ഡേറ്റ്? നാളെ 4-ാം തീയതി അല്ല, നാളെ 5-ാം തീയതി. 5-ാം തീയതി 6 നാളെ 5-ാം തീയതി തോന്നുന്നു ഗൈസ്. നാളെ തിങ്കളാഴ്ച. അതെ 5-ാം തീയതി ഗൈസ്. ഇന്ന് ഞായറാഴ്ച ഗൈസ്. എന്തായാലും നാളെ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗൈസ്. നാളെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കും. ഞാൻ പുറത്തിങ്ങനെ കാല് കുത്തുന്ന ഒരു വീഡിയോ എടുക്കും. എനിക്ക് അത്ര സന്തോഷമുണ്ട്. ഞാൻ 10 ദിവസം ഞാൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് 10 ദിവസം ഇരുന്നിട്ട് എനിക്ക് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഗൈസ്. അതെന്തായാലും ഞാൻ വീഡിയോ എടുക്കുക, വ്ളോഗ് ചെയ്യാം. എനിക്ക് ആ സന്തോഷം നിങ്ങളെ അറിയിക്കണം. ഞാൻ ഇത്രയും നരകിച്ചതാണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് നരകിക്കും. ഇതിന് പുറത്തേടി പോകാൻ പറ്റാണ്ട് ഞാൻ ഫുഡ് പോലും നേരം വേണം കഴിക്കാണ്ട് ഞാൻ ഇവിടെ ഗൈസ്. അതെന്തായാലും അതെല്ലാം ഇനി മറക്കണം. എനിക്ക് പുറത്തിറങ്ങണം. എനിക്ക് അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഇനി 24 മണിക്കൂറുണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി. ഈ 24 മണിക്കൂറും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇരിക്കണം ഗൈസ്. ഇത് മിസ്റ്റർ ബീസ്റ്റിൽ മറ്റേ ചാലഞ്ച്, ഒരു 30 ദിവസം ഒരു റൂമിൽ തന്നെ ഇരിക്കുന്ന ചാലഞ്ച്, അങ്ങനത്തെ അവസ്ഥയായിട്ടുണ്ട് ഗൈസ്. ഇത് മിനി മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മാതിരിയാണ് എനിക്കിപ്പം തോന്നുന്നത്. എന്തായാലും വേഗം തന്നെ പുറത്തിറങ്ങാൻ പറ്റട്ടെ. ഞാൻ എല്ലാ ദിവസവും ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ ജനലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കില്ല. അല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഗൈസ്. ഈ ജനലിൻ്റെ ഇതിലോട്ട് ഇങ്ങനെ നോക്കും, പുറത്തേക്ക് ഇങ്ങനെ നോക്കി, മേലെല്ലാം നോക്കി, ആ കപ്പക്കയെല്ലാം നോക്കി, കപ്പക്കനോട് 2 വർത്താനെല്ലാം പറഞ്ഞ്, എന്നിട്ട് അങ്ങോട്ട് നോക്കി, സൂര്യനുണ്ടെങ്കിൽ സൂര്യനോട് 2 വർത്താനം പറയും. രാത്രിയാകുമ്പോൾ ചന്ദ്രൻ ഉണ്ടെങ്കിൽ ചന്ദ്രനോട് 2 വർത്താനമൊക്കെ പറയും. എന്നിട്ട് കിടന്നുറങ്ങും ഗൈസ്. അത് എൻ്റെ കുറച്ച് ദിവസത്തെ ഇത്. അതെല്ലാം മാറാൻ പോയെന്ന് ഗൈസ്. നാളെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പണ്ടത്തെ മാതിരി എല്ലാം ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ആഹേൻ്റെ സ്റ്റുഡിയോ പോയിട്ട് കുറേ വർക്കുണ്ട്. ആഹേൻ്റെ എല്ലാം ചെയ്ത് തീർക്കും ഗൈസ്. ഈ മാസം തന്നെ റിലീസ് ചെയ്തിരിക്കും. ആ കാര്യത്തിന് ഉറപ്പ് തരാം ഗൈസ്. നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന് ഗൈസ്. ഇന്നലെ ആകെ മൂടിയൊരു കാലാവസ്ഥയായിരുന്നു. ഇന്ന് പിന്നെ കുഴപ്പമില്ല. രാത്രി എന്നാൽ തണുപ്പ് ഗൈസ്. അതാണ് വേറെ പ്രശ്നം. രാത്രി ഒടുക്കത്തെ തണുപ്പാണ്. ഈ വീഡിയോയുടെ ഒരു കുഴൽക്കിണറുണ്ടായില്ല, മറന്നുപോയി ഒന്ന്. അതാടാ ഞാൻ എൻ്റെ കുഴൽക്കിണർ എവിടെയാ പോലും മറന്നുപോയി. അതല്ലേ കുഴൽക്കിണർ. നിങ്ങളിൽ എത്ര പേര് ജനനായകൻ്റെ ട്രെയിലർ കണ്ടു ഗൈസ്? ഞാൻ ഇന്നലെ ട്രെയിലർ കണ്ടു. ഒരു 1.5 ജനുവരി 9 തിയേറ്റർ കത്താനുള്ള എല്ലാം ഇതിനകത്തുണ്ട്. അടിപൊളി സാധനം. അത് വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് ജനുവരി 9. ഗൈസ് നല്ല വെയിൽ വന്നിട്ടോ ഇപ്പം. ഞാൻ ഇന്ന് ലൈവെല്ലാം ചെയ്യണം ഉദ്ദേശിച്ച ഗൈസ്. ഉച്ചക്ക്
പക്ഷെ നെറ്റിൻ്റെ ചെറിയ വൈഫൈ ഉണ്ട്, പക്ഷെ എന്നാലും ചെറിയൊരു നെറ്റ് ഒരു ലാഗ് മാതിരി, അതുകൊണ്ട് പിന്നെ ലൈവ് ഒന്നും ചെയ്തില്ല. ലൈവ് ആണെന്ന് വിചാരിച്ചിരുന്നു. ഗേസ് നല്ല വ്യൂ ഇട്ടാ ഇവിടുന്ന്. ആ സൂര്യൻ്റെ വ്യൂ നോക്കറാ. ഗേസ് മരങ്ങൾക്കിടയിലേക്ക് പോവുകയാണ്. ഗേസ് ഇവിടെ നല്ല കാഴ്ചയാണ് കേട്ടോ, അത് വേറെ കാര്യേ. ആ കാര്യത്തിൽ ഞാൻ നല്ലൊരു ഇത് തന്നെ പറയുന്നത്. ഗേസ് ഇവിടെ നിന്നാൽ നല്ല മേലെല്ലാം നോക്കി നിന്നാൽ നല്ല സുഖമാണ്, നല്ല കാറ്റുണ്ടാവും. ഗേസ് വൈകുന്നേരം ആകുമ്പോൾ നല്ല കാറ്റും വരാൻ തുടങ്ങും, അന്നേരം നല്ല സുഖമായിരിക്കും. ഇപ്പോൾ ഒരു 4 മണിയായിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോൾ നല്ല കാറ്റും ഉണ്ടാകും. ഗേസ് അതെന്താ 2 ദിവസമായി നല്ല കാറ്റ്, എന്താണോ ആ ഒരു കാക്കെല്ലാം പോകുന്നുണ്ട്. ഗേസ് ഈ കാണുന്ന മഞ്ഞളാണ് മേത്ത് തേക്കേണ്ടത് പോലും. ഭയങ്കര ഡാർക്കാണ്, മേത്ത് മൊത്തം തേച്ച് സെറ്റാക്കണം. ഇതെന്താന്ന് മൊത്തം ചിക്കൻ ബോക്സ് വന്നിട്ട്. ഗൈസ് എന്തായാലും ഇത് മൊത്തം ഇടലെല്ലാം മുഖത്ത് വെല്ലടിക്ക് തേക്കണം എന്ന് പറഞ്ഞാൽ ഒരു 6 ഗൈസ് എന്നൊരു തേച്ചിട്ട് വരാം. ഗൈസ് എന്തായാലും ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ കുളിച്ച് കിട്ടാ മഞ്ഞപ്പൊടിയിൽ നല്ല ഇതാക്കി കുളിച്ച്. ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത് ഇവിടെല്ലാം മഞ്ഞപ്പില്ലേ? എൻ്റെ കൈ നോക്കറാ, കാണുന്നില്ല? ഓ അത് ഈ ക്യാമറയാണ്, ഫ്രണ്ട് ക്യാമറനെ കൊണ്ട് വെച്ചാൽ എൻ്റെ ചോത്ത് മുഖം കൊണ്ട് ഇടയിൽ ചോത്തില്ലേ, മറ്റേ ഇതെല്ലാം പോയി ചോത്ത്. കേസ് മഞ്ഞപ്പൊടീൻ്റെ പവറാണ് ഗൈസ്. അന്നേരം കേസ് എൻ്റെ കൈൻ്റെ ഇത് കാണിച്ചാൽ കേസ് നോക്കറ ഒരു മഞ്ഞപ്പില്ലേ. ഇതെൻ്റെ എൻ്റെ നാഗെല്ലാം നോക്കിയാൽ വളർന്നിട്ട് എത്ര ദിവസമായി ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത. കേസ് ഒരു മഞ്ഞപ്പുണ്ട് കേസ്, ഇതാ നോക്ക് കണ്ട ഒരു മഞ്ഞപ്പുണ്ട് കേസ്. അന്നേരം മൊത്തം തേച്ച് കുളിച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയിൽ. ഗൈസ് മുഖം പുകയുന്ന ഗൈസ് ഈ മഞ്ഞപ്പൊടി തേച്ച് വെച്ചിട്ട് ഭയങ്കര പുകച്ചിന് മുഖം. എന്തായാലും ഗൈസ് നാളെ ഞാൻ പുറത്തിറങ്ങിയിരിക്കും. നാളെ പുറത്തിറങ്ങുന്ന നാളെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. നാളെ തന്നെ എല്ലാം ചെയ്യാൻ കഴിയില്ല, മറ്റന്നാൾ തൊട്ട് ഞാൻ പഴയ മാതിരി എല്ലാ വർക്കും ചെയ്യാൻ തുടങ്ങും ഗൈസ്. സ്റ്റുഡിയോ പോയാണ്ട് എൻ്റെ ഗൈസ് അതേ ഉള്ളു പ്രശ്നം, സ്റ്റുഡിയോയിൽ കുറേ വർക്ക് പെൻഡിങ്ങാണ്. എന്നിട്ട് അതെല്ലാം പോയി സെറ്റാക്കി അങ്ങനെ ഗൈസ് മുമ്പുള്ള ട്രാക്കിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. ഇതാകെ ഒരു താളം തെറ്റിയൊരു അവസ്ഥയല്ല ഗൈസ്. ഇതെല്ലാം വന്നേരത്ത് ഫുൾ റെസ്റ്റായി, എപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് പഴയ മാതിരിയെല്ലാം ആയി സെറ്റാവണം ഗൈസ്. എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് ഗൈസ്. അടുത്ത വ്ളോഗ് എന്തായാലും ഞാൻ റെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്ന വ്ളോഗായിരിക്കും മിക്കവാറും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ അധികം വർത്തമാനം പറയാൻ കഴിയുന്നില്ല ഗൈസ്. മഞ്ഞപ്പൊടി തേച്ചതിന് ശേഷം ഭയങ്കര പുകച്ചിൽ വന്നു ഗൈസ്. അത് കുറേ സമയം തേച്ച് വെച്ചിട്ടാണ് തേച്ചപാട് കുളിക്കണമായിരുന്നു. ഞാൻ തേച്ചിട്ടൊരു 10 മിനിറ്റ് ഞാനിങ്ങനെ നിന്നുപോയി. തേച്ചിട്ട് അങ്ങനെ അധികം നിൽക്കാൻ പാടില്ലായിരുന്നു ഗൈസ്. ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു പോയി, അതുകൊണ്ട് മൊത്തം പുകയുന്നു. എൻ്റെ വീട്ടിൽ ചോത്ത് കണ്ടോ, ചോദിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ഗൈസ്. അടുത്ത വീഡിയോ റെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങുന്നതായിരിക്കും ഗൈസ്. ബൈ.